ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സൗദിയിലെ ഞങ്ങൾ താമസിക്കുന്ന വീടൊന്നും കണ്ടാലോ. ഇത് സൗദി ഹോം ടൂർ. ഇത് ഞങ്ങൾ താമസിക്കുന്ന വില്ലയുടെ പുറത്തേശാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കുറെ റൂംസ് ഉണ്ട്, പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ ഒരു 4-5 റൂംസ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. അവിടെ ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് അധികം ഇറങ്ങേണ്ടി വരാറില്ല. ആകെ എനിക്ക് തോന്നുന്നു കല്യാണി സ്കൂളിൽ പോകുന്ന സമയത്തായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത്. കാരണം കല്യാണിക്ക് സ്റ്റെപ്പ് കയറാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും അങ്ങനെയായിരിക്കും. അല്ലാതെ നമ്മളിപ്പോ പുറത്തു പോയാലും ലിഫ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഒരു 1 BHK ആണേ. ഒരു ബെഡ്റൂം, ഒരു ഹാള്, ഒരു ബാത്റൂം, ഒരു കിച്ചൺ, ഇത്രയാണ് ഉള്ളത്. ഒരു സ്പേസിലാണ് കല്യാണി എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുന്നതും സ്കേറ്റിംഗ് ചെയ്യുന്നതും. ഇവിടെ തന്നെ ഇട്ട് സൈക്കിളൊക്കെ ചവിട്ടും. ഇത് ഞങ്ങളുടെ ഒരു ലിവിംഗ് റൂമാണ്. അപ്പൊ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എടുത്തവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. AC ഇടുന്നത് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്ത് വെക്കും. അപ്പം ആകെ ഇവിടെ എന്താ പറയാ, കുറേ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ചൂടായപ്പോഴത്തേക്ക് എന്റെ കുറേ പ്ലാന്റ്സുകൾ പോയി. ഇതൊക്കെ എനിക്ക് ഓരോ സമയത്ത് ബോറടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തായിരിക്കും ഞാൻ അതിലായിരിക്കും സന്തോഷം കണ്ടെത്താറ്. ചില സമയത്ത് ക്രാഫ്റ്റ് ചെയ്യും, ചില സമയത്ത് ഇതുപോലെ ഡ്രോയിങ്. ഞാൻ ഭയങ്കരമായിട്ട് വരയ്ക്കൊന്നുമില്ല. എനിക്കറിയാവുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ച് ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തും. അതുപോലെ തുടങ്ങിയതാണ് എൻ്റെ യൂട്യൂബ് ചാനലും. അല്ലെങ്കിൽ നമ്മൾ ഈ റൂമിൽ ഇരുന്നിട്ട് ഭയങ്കര ബോറടി ആയിരിക്കും. ഒരുമാതിരി തൊടുന്നതും പിടിക്കുന്നതും എല്ലാം നമുക്കൊരു സങ്കടമായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാനിവിടെ എപ്പോഴും രാവിലെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കാറുണ്ടേ. ഇതൊരു മണമുള്ള ക്യാൻഡിലാണ്. പിന്നെ ഞാൻ ഇവിടെ മറ്റേ എന്താ പറയാ, അഷ്ടഗന്ധം, കുന്തിരിക്ക, അതൊക്കെ ഇല്ലേ, ഊത്, അതൊക്കെ പുകയ്ക്കാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലിവിങ് സ്പേസ്. നമ്മളിവിടെ നിന്ന് വൈറ്റ് പെയിന്റ്, ഇവിടെ ഫസ്റ്റ് ഒരു യെല്ലോ പെയിന്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചു. അത് പിന്നെ എന്താ കല്യാണിയുടെ ഫുൾ ഇങ്ങനെ കുത്തിയരച്ചിട്ടുണ്ട്. ഇത് കല്യാണി അമ്മയുടെ ഷൂസാണ്. ഇത് ഫുള്ള് കൂടുതൽ. കല്യാണിക്കാണെങ്കിൽ ഷൂസ്, ചെരുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. ആൾക്ക് ഏറ്റവും ഇഷ്ടം ചെരുപ്പാണ്. നാട്ടിൽ പോകും, ഇത് ബൂട്ട്സ് ഒക്കെ നാട്ടിൽ നിന്ന് ആൾ കൊണ്ടുവന്നതാണ്. നാട്ടിൽ പോകുമ്പോഴും അവിടെ ചേച്ചി അമ്മയൊക്കെ ഇങ്ങനെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ആൾ പറയുന്നത് എനിക്ക് ചെരുപ്പ് വേണമെന്നായിരിക്കും, എനിക്ക് ഷൂ വേണമെന്നായിരിക്കും. അതുപോലെ മനു പുറത്ത് കൊണ്ടുപോയാലും ഇന്ന് നമുക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ആദ്യം ആൾ പറയുന്നത് എനിക്ക് ഷൂ വേണം, അങ്ങനെയായിരിക്കും. പിന്നെ ഈ ത്രെഡ്മില്ലൊക്കെ വെറുതെ, പിന്നെ എല്ലായിടത്തെയും പോലെ തുണി ഞാൻ വിരിച്ചിടുന്നില്ല എന്നേ ഉള്ളൂ. വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാണ്. എനിക്ക് തോന്നുമ്പോൾ മാത്രം ഞാൻ ഇതിൽ കയറി നടക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഭയങ്കര മടിയാണ്. പിന്നെ ഇവിടെ കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. റൂമിലിരുന്നാൽ എപ്പോഴും ബെഡിൽ കിടക്കുമായിരിക്കും ചെയ്യുക. അപ്പൊ ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഫോൺ എന്തെങ്കിലുമൊക്കെ മൂവീസ് കണ്ടൊക്കെ ഇരിക്കാൻ പറ്റും. ഞാൻ മെയിൻലി എനിക്ക് തോന്നുന്നു ഞാൻ വണ്ണം കൂടുതൽ വെച്ചത് അങ്ങനെയാ. ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബെഡ്റൂമിൽ പോകും. അവിടെ TV, അപ്പൊ അവിടെ നിന്ന് TV കാണും, നേരെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. അപ്പൊ ആ ഒരു ഹാബിറ്റ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും ഇപ്പൊ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ലിവിങ് സ്പേസിൽ തന്നെയാണ്. കുറേ ആയിട്ട് ഞാൻ ഈ പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഈ സൗദിയിലെ നമ്മൾ താമസിക്കുന്ന വീട് ഒന്ന് ഹോം ടൂർ ചെയ്യണമെന്നേ. എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നാളെ നാട്ടിൽ പോയി നിൽക്കുന്ന സമയത്തെ കല്യാണി കുറച്ച് വലുതാകുമ്പോഴാണെങ്കിലും കല്യാണിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. കല്യാണി ഒരു 2.5 വയസ്സിലാണ് തോന്നുന്നു ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നത്, കല്യാണിയായിട്ട് ഇവിടെ വന്നത്. ആ ടൈം തൊട്ട് കല്യാണി ഓടിക്കളിച്ചതും ഞങ്ങളുടെ കുറച്ച് സന്തോഷങ്ങൾ, നിമിഷങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു വീടിതായിരുന്നു എന്ന് അവൾക്ക് വലുതാകുമ്പോൾ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ ഇങ്ങനെ കുറേ കല്യാണിയുടെ അത് ബോളിവുഡിൽ പോയപ്പോ മേടിച്ചതല്ല, ബോളിവുഡിൽ പോയപ്പോ അവിടെ കുറേ ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ കിട്ടിയതാണ് ബനാന. പിന്നെ കല്യാണിയുടെ ഒരു പഴയ സൈക്കിൾ എടുത്ത് ഞാൻ എന്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കാർട്ടൂൺ ഫുള്ള് കല്യാണിയുടെ കളിപ്പാട്ടങ്ങൾ തന്നെയാ. ആളധികം എപ്പോഴെങ്കിലും ചിലപ്പോ ചോദിക്കുവേ, എന്റെ ആ കളിപ്പാട്ടം എന്തേ എന്നൊക്കെ. അപ്പൊ എടുത്തു കൊടുക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ അധികം കളഞ്ഞിട്ടില്ല. എല്ലാം എടുത്ത് ആ കാർട്ടൂണിലാക്കിയിട്ടും പിന്നെ എപ്പോഴും കളിക്കുന്നത് തന്നെ ഞാൻ ആ ഒരു ബോക്സിലെ അതിനകത്താക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ആളിപ്പോ കൂടുതൽ ഈ ഫോൺ കളിയാണ്. ഫോൺ കളി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടോയ്സ് ഒക്കെ എടുത്തിട്ട് കൊടുക്കുന്നത്. എന്നാലും ആള് ഫോൺ കളിയിൽ കുറവില്ല. പിന്നെ ഇവിടെ എപ്പോഴും ഇങ്ങനെ ടോയ്സ് നിറന്നേ കിടക്കും. അതുകൊണ്ട് ഇനിയിങ്ങനെ കുറേ ആയിട്ട് പ്ലാൻ ചെയ്ത് വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ കല്യാണിയുടെ ടോയ്സ് മാറ്റി ഞാൻ ഒരു പരുവാകും, പിന്നെ വീഡിയോ എടുക്കൽ നടക്കില്ല. ഇനി പെട്ടെന്ന്, അതായത് കല്യാണിയുടെ ഒരു പുതിയ സൈക്കിൾ ഉണ്ട്, അത് ഞാൻ മാറ്റിയിട്ട് ഇവിടെ പെട്ടെന്നൊന്ന് ഇതാക്കിയിട്ടാണ് വീഡിയോ എടുത്തത്. അത്രയ്ക്കൊന്നും ഒതുക്കിയില്ല, ഉള്ളതുപോലെയൊക്കെ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച്. ഒരു സമയത്ത് എന്റെ ഇൻഡോർ പ്ലാന്റ്സ് ഫുൾ ഇവിടെയായിരുന്നു. ഞാൻ ഈ അലമാരിയുടെ ആ മുകളിലൊക്കെ മണി പ്ലാന്റ് പടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചൂട് തുടങ്ങിയപ്പോഴത്തേക്ക് ഇലയൊക്കെ മഞ്ഞിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നേരെ മാറ്റി ബെഡ്റൂമിലോട്ടാക്കി. കുറച്ചാൾ ബെഡ്റൂമിൽ ഇങ്ങനെ അടുക്കി വെച്ചു. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു പാസേജ് ഉണ്ട്, കിച്ചണിന്റെ അവിടോട്ടും ബാത്റൂമിലോട്ടും ഒരു പാസേജ് ഉണ്ട്. ആ പാസേജിന്റെ അവിടെ നിരത്തി വെച്ചിരുന്നു. പിന്നെ അവിടെ അവിടെയാണ് നമ്മൾ തുണി വിരിക്കുക അലക്കിയിട്ട്. അത് കാരണം പിന്നെ അവിടെ നിന്ന് മാറ്റി ബെഡ്റൂമിൽ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ട് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇൻഡോർ പ്ലാന്റ്സ് എന്നല്ല, എനിക്ക് പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ എന്തായാലും ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് വളർത്താൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമിൽ കുറെ മുല്ലയും തെറ്റി, തുളസി, അതൊക്കെ കുറെ നോക്കിയായിരുന്നു. കുറച്ചു നാൾ നിൽക്കും, ചൂട് തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാം പോകും. പിന്നെ മനസ്സിലായി അത് നടക്കില്ല എന്ന്. അങ്ങനെ പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൽ കയറി.
ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ മണി പ്ലാന്റ് തന്നെ. പിന്നെ മറ്റേ പീസ് ലില്ലി ഉണ്ട്, അതൊരു മിനിയേച്ചറും ഉണ്ട്, അല്ലാതെ വലിയ പീസ് ലില്ലി ഉണ്ട്. പിന്നെ ലൂക്ക ഒരു പ്ലാന്റ് അതും ഉണ്ട്. പിന്നെ ഏകദേശം കൂടുതൽ ഈ മണി പ്ലാന്റ് തന്നെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇവിടെ വളർന്നു കിട്ടുന്നത് ഈ മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ മണി പ്ലാന്റ് ഉള്ളത്. പിന്നെ അങ്ങനെ ഇങ്ങനെ ടൈം പോകും ഈ ഇതിനെ കെയർ ചെയ്ത്. ഇത് ശരിക്കും നിറയെ ലീഫ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇടയ്ക്ക് നിങ്ങൾ ദുബായി പോയ സമയത്ത് കുറേ ലീഫ് കൊഴിഞ്ഞു പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഒന്ന് റീപോർട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു വെള്ളം കെട്ടി അതിന്റെ വേരെല്ലാം നിറങ്ങി നിൽക്കുമായിരുന്നു, കൊച്ചു ചെടിച്ചട്ടിയിലായിരുന്നു. അത് പിന്നെ ഞാനൊന്ന് റീപോർട്ട് ചെയ്ത് ഇതായി വലിയൊരു ചെടിച്ചട്ടിയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ ബോറടിക്കുമ്പോഴുള്ള പരിപാടിയാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ചില സമയത്ത് ക്രാഫ്റ്റ് ചെയ്യുമായിരുന്നു, ചില സമയത്ത് അതുപോലെ വരയ്ക്കും. അങ്ങനെ ബോറടി മാറ്റാന് ഓരോ സമയത്തും ഓരോന്നാണല്ലോ നമുക്ക് തോന്നുക. അങ്ങനെ തുടങ്ങി ഞാൻ യൂട്യൂബ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കിട്ടുമ്പോഴത്തേക്ക് അങ്ങനെ അങ്ങ് ബോറടി മാറുമല്ലോ. വ്യൂസ് ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ ടൈപ്പും കിട്ടും, ഡിപ്രഷൻ അടിച്ചും സങ്കടപ്പെട്ടും ഇരിക്കണ്ടല്ലോ. ഇതൊക്കെ ആ സമയത്ത് നമ്മൾ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന പ്ലേറ്റ് ആണ്, ഡിസ്പോസിബിൾ പ്ലേറ്റ് ഇല്ലേ, അതിനകത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരച്ചും കാട്ടിയൊക്കെ വെക്കും. ഇതൊക്കെ തന്നെയായിരുന്നു എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഫുൾ എൻ്റെ ഒരു മെയിൻ ഹോബിയായിരുന്നു. പടം വരയ്ക്കുക, ക്രാഫ്റ്റുകൾ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ളത്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ കിച്ചണാണ്. ഒരു ചെറിയ ഓപ്പൺ കിച്ചൺ ആണ്. ഒരു ഒരു ചെറിയൊരു സ്ലാബും ഒരു വാഷിംഗ് സ്പേസും ഉള്ളത്. പിന്നെ ഞങ്ങൾ ഒരു എക്സ്ട്രാ ഒരു സ്ലാബും കൂടി വെച്ചു. കാരണം എന്താ പറയാ, എല്ലാം കൂടി എനിക്ക് വെക്കാൻ പറ്റിയ സ്പേസ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു സ്ലാബും കൂടി ഒപ്പിച്ചിട്ട് വെച്ചു. ഒരു ചെറിയ കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ് ഇവിടുത്തേത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പൊടി. ഭയങ്കര പൊടിയാണ്. പൊടിക്കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ബെഡ്റൂമിൽ ജനല് മാത്രമേ ഉള്ളൂ ഫുള്ള് സീൽ ചെയ്തേക്കുന്നത്. കിച്ചണിലെയും മറ്റേ ഹാളിലെ ലിവിങ് സ്പേസിലെയൊക്കെ ജനല് ഞാൻ ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പം ബെഡ്റൂമിൽ ഓപ്പൺ ചെയ്യാന്ന് പൊടി കൂടുതൽ കാരണമാണ് പിന്നീട് അത് ക്ലോസ് ചെയ്തത്. അപ്പോൾ പൊടി നന്നായിട്ട് വരും. എത്ര തുടച്ചാലും ആ പൊടി പോകൂല. പിന്നെ ഇത് ഓൾറെഡി കുറെ ആളുകൾ യൂസ് ചെയ്ത്, നമ്മൾ ട്രെൻഡ് ആണല്ലോ, അപ്പോൾ കുറെ ആളുകൾ യൂസ് ചെയ്ത് ഓൾറെഡി ഇങ്ങനെ കുറേ കറകളൊക്കെ അതുപോലെ കറയൊക്കെ പറ്റിയിട്ടുണ്ടാവും. ഞാൻ അപ്പം ഇങ്ങനെ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടും. ഈ ഒരു സ്ലാബ് നമ്മൾ എക്സ്ട്രാ ഇവിടെ വെച്ചത്. അപ്പം ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ, പഴുത്ത മാങ്ങ എന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് അമ്മ തന്നു വിട്ടത്. അത് ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി അമ്മ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് തന്നു വിട്ടത്. അത് ഞാനൊന്ന് വീണ്ടും ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ കഴിക്കാമല്ലോ. പിന്നെ ബെഡ്റൂമിൽ വന്നാൽ ഇതൊക്കെയാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. നിറയെ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചൂട് തുടങ്ങിയാൽ ഏറ്റവും പാടാണ് ഇതിനെ കെയർ ചെയ്തെടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ തലേദിവസം ശരിക്കും തണുപ്പ് സമയത്ത് ഞാൻ ഡെയിലി വെള്ളം ഒഴിക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമായിരിക്കും ശരിക്കും വെള്ളം ഒഴിക്കുക, നനച്ചെടുക്കുക. പക്ഷേ ചൂട് തുടങ്ങുമ്പോഴത്തേക്ക് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്നാണ് മണ്ണൊക്കെ ഡ്രൈ ആകുന്നത്. അത് പീസ് ലില്ലിയിൽ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഇതൊരു ചെറിയ പോട്ടിലായിരുന്നു, അത് ഞാൻ റീപോർട്ട് ചെയ്ത് എടുത്തതാ. ഇതൊരു ചെറിയ പോട്ടിൽ ഫുൾ ഇങ്ങനെ പടർന്ന് കിടക്കുമായിരുന്നു. ഇതാ ഞാൻ ഞാൻ ലിവിങ് സ്പേസിൽ അലമാരിയിൽ പടത്തി വിട്ടുവെന്ന്. പക്ഷെ അവിടെ നിന്ന് അതിനകത്ത് ഫുള്ള് ചൂട് തുടങ്ങിയപ്പോഴത്തേക്ക് ലീഫെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ അത് റീപോർട്ട് ചെയ്തിട്ട് ഇവിടെ ആക്കി വെച്ചു, പാസേജിലാക്കി വെച്ച്, ബെഡ്റൂമിന്റെ ഡോറിന്റെ ഫ്രണ്ടിലാക്കി വെച്ച്. ഇവിടെ ഞാൻ ചെയ്യുന്ന ഈ ക്രാഫ്റ്റും ഡ്രോയിങ്ങും ഒക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒട്ടിച്ചു വെക്കും. അപ്പൊ റൂമിൽ എന്താ അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ബെഡ്റൂം, ഒരു ഡ്രസ്സിംഗ് ടേബിൾ, ഒരു വാർഡ്രോബ്, പിന്നെ എൻ്റെ കുറേ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ഫോട്ടോ ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു രസം. നമ്മള് നാട് മിസ് ചെയ്യുന്ന പോലെ തോന്നൂല. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മൂവി കാണാറ്. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ജയറാമിന്റെ പഴയ മൂവീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ മൂവീസ് കാണാൻ. പിന്നെ ഞാൻ അധികവും ഈ സങ്കടമുള്ള മൂവീസ് അങ്ങനൊന്നും കാണില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കോമഡി ഫിലിം കാണാനും ഒരു എന്റർടൈൻമെന്റ് മൂവി കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഏറ്റവും ഇഷ്ടം. ഞാൻ ഇങ്ങനെ എന്താ പറയാ, എനിക്കിങ്ങനെ ഫീൽ ആകുന്ന മൂവീസ് ഒന്നും ഞാൻ കാണില്ല. എനിക്ക് സങ്കടം തോന്നിയാലേ ഞാൻ പിന്നെ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് സങ്കടം മാറാന് കുറേ ദിവസങ്ങളെടുക്കും. അതുപോലെയാ എൻ്റെ ഫ്രണ്ട്സൊക്കെ നാട്ടിൽ പോകുമ്പോഴത്തേക്ക്, ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ പോവാണെന്ന് പറയുമ്പോൾ തന്നെ ഒരാഴ്ച ഗ്യാപ്പിലേ ഞാൻ ഓർക്കും ഒരു നാട്ടിൽ പോവാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അധികം ആരോടും ഇങ്ങനെ ഭയങ്കര കമ്പനി അടിച്ച് നിൽക്കാറില്ല. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, എനിക്ക് പെട്ടെന്ന് സങ്കടം തോന്നും.
അപ്പൊ ദേ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത്. കല്യാണിയുടെ ഒരു സ്റ്റഡി ടേബിൾ ഒക്കെ അവിടെ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു വലിയ റൂമാണ്. പക്ഷെ നമ്മളൊരു എന്താ പറയാ, ഒരു കിങ് സൈസ് ബെഡും ഉണ്ട്, ഒരു ചെറിയ സിംഗിൾ ബെഡും സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കിടക്കാറ്. കാരണം കല്യാണി നമ്മളെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചൊരു പരുവാക്കും. ഒന്നെങ്കിൽ അങ്ങോട്ട് ഇടിക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇടിക്കും. അപ്പൊ ഇങ്ങോട്ട് ഇടി കിട്ടുന്നവർക്ക് ഇങ്ങോട്ട് നീങ്ങിയിട്ടേ ഈ സിംഗിൾ ബെഡിലെങ്കിലും കിടക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഞങ്ങൾ ബെഡിന്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു സോഫ ഇട്ടിട്ടുണ്ട്. കാരണം ഇടാന് നമ്മൾ ബെഡിലിരുന്നാൽ നേരെ കിടക്കുമായിരിക്കും ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് ബെഡിലിരിക്കും, പിന്നെ കുറച്ച് പതുക്കെ പതുക്കെ ചെരിക്കി അത് നേരെ അവിടെ കിടക്കുമായിരിക്കും ചെയ്യാറ്. അപ്പൊ അവിടെ അത് സെറ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ചെയറെ. കാരണം സെയിം അതിൽ കുറച്ച് നേരം ഇരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബെഡ് കാണുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ടെൻഡൻസി ആ ബെഡിൽ പോയി കിടക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ നേരെ പോയി കിടക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ലിവിങ് സ്പേസിൽ ഇരിക്കുന്നത്. പിന്നെ ഈ കല്യാണി ഇവിടെ ഫുള്ള് ഇങ്ങനെ എന്താ പറയാ, അമ്മ ഐ ലവ് യു, പപ്പാന്ന് എഴുതില്ല, മനു എന്ന് എഴുതുക, മനു ഐ ലവ് യു, ഇങ്ങനെ ഫുള്ള്. എന്നിട്ട് ഫോട്ടോ വരച്ചു വെക്കുക. എന്നിട്ട് പറയും നമ്മളോട് പപ്പ അമ്മ ഞാന്, നമ്മൾ 3 പേരും ഇതെന്നൊക്കെ പറയും. ഇത് കല്യാണിയുടെ ഒരു ഫേവറേറ്റ് കോമ്പാണ്. ഇങ്ങനെ ഇവിടെ ഡ്രസ്സിങ് ടേബിളിൽ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്യാണിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നുമ്പോൾ കല്യാണി എടുക്കുന്നതാണ് ഈ ചീപ്പുകളൊക്കെ. എന്തെങ്കിലുമൊക്കെ ആൾക്ക് ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടാൽ അവൾ അതെടുക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വീടും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ. അപ്പൊ ശരി, ഓക്കെ, ബൈ, സി യു.